കോടതിയിൽ കാണാം. ഇങ്ങനെ പറഞ്ഞത് പി ദിവ്യയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി ദിവ്യയാണ് തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ പറഞ്ഞത് കോടതിയിൽ കാണാം. കോടതിയിൽ കണ്ടിപ്പാക്കല. തനിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് പി ദിവ്യ പറയുന്നത് കോടതിയിൽ കണ്ടിപ്പാക്കല. യൂത്ത് കോൺഗ്രസിൻ്റെയും യുവജന വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പി ദിവ്യക്കെതിരായിട്ട് തുടർച്ചയായിട്ട് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രസമ്മേളനം വിളിച്ചൊക്കെയാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. മാത്രമല്ല അതിന് കൂടുതൽ മാർക്കറ്റ് കൊടുക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. അവർക്കെല്ലാവരും കൂടെ ചേർന്ന് ഇന്നലെ പി ദിവ്യ കാര്യം പറഞ്ഞിരുന്നു, താൻ കോടതിയിൽ കേസ് കൊടുക്കുമെന്ന്. ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് കോടതിയിൽ കണ്ടിപ്പാക്കലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊതുജീവിതത്തിലെ ഉദാഹരണം കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ് ആ കുറിപ്പ് പി ദിവ്യ എഴുതിയിട്ടുള്ളത്. പി ദിവ്യ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കണ്ടു വളർന്ന നേതാവ്, എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി. എൻ്റെ പാഠപുസ്തകത്തിലെ ഹീറോ. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികം. അലക്കി തേച്ച വെള്ള വസ്ത്രവും 4 പേപ്പറും കയ്യിൽ വെച്ച് 4 മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ല. കോടതിയിൽ കണ്ടിപ്പാക്കലാം എന്ന് പറഞ്ഞാണ് പി ദിവ്യയുടെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. കോടതിയിൽ വെച്ച് കാണാമെന്ന്. 2 ദിവസം മുന്നേ തന്നെ പി ദിവ്യ ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വ്യാജ ആരോപണങ്ങൾക്കെതിരായിട്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. കോടതി പോകുന്നതാണ്, നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമായിട്ട് പി ദിവ്യ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 3 മാസമായി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളിൽ ഒന്ന് പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമി റിസോർട്ട് സ്വന്തമായി ഉണ്ട് എന്നൊക്കെയായിരുന്നു. ഇന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് 4 ഏക്കർ ഭൂമി വാങ്ങിയെന്ന് വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമ്മാസ് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി വന്ന് പത്രസമ്മേളനം നടത്തിയ KSU ജില്ലാ നേതാവിനോട് മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ പാലക്കയം തട്ടിലെ 14 ഏക്കർ ഭൂമി റിസോർട്ടും ഭർത്താവിൻ്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും ഒന്ന് തെളിയിച്ചു തന്നിട്ട് വേണം പുതിയ ആരോപണം. എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നടത്തുന്ന വ്യാജ ആരോപണത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് ഷമ്മാസിൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാണ് പി ദിവ്യയുടെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കോടതിയിൽ വെച്ച് കാണാമെന്ന് നെഞ്ചുറപ്പോടെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പി ദിവ്യ. തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ എല്ലാം നിയമത്തിൻ്റെ വഴിയിലൂടെ എതിർത്ത് തോൽപ്പിക്കുമെന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പി ദിവ്യ. ആ നിലപാട് അസംതൃപ്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ.